Hello, welcome to market discussion of the day. Today, February 4th, 2025, 26, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ബേസിക്കലി ഇതൊരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് നടക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച മൺഡേ ട്യൂസ്ഡേ ആയിരിക്കും ഈ ഒരു ക്ലാസ് നടക്കുന്നത്. പ്രീ റെക്കോർഡഡ് സെഷൻ ആയിരിക്കും. സോ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ 1-to-1 മീറ്റിംഗ് എടുത്തിട്ട് നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. സോ ബേസിക്കലി ഇതൊരു വളരെ ബേസിക് ലെവലിലൊരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു അഡ്വാൻസ് ലെവൽ കോഴ്സേ അല്ല. ഓക്കെ, വളരെ ബേസിക് ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡൊക്കെ ആയിരിക്കും പഠിപ്പിച്ചു തരുന്നത്. സോ എന്താ പറയുക, ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കണം എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കറിയാം ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു അല്ലേ. സോ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഗോൾഡ് ഭയങ്കര വലിയ മൂവ്മെൻറ്റ് 5600 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ട് ഈ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടായ കഴിഞ്ഞ ഒരു 10 ദിവസത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു 7 ദിവസത്തിലായിരിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും അല്ലേ. സോ ചെറിയ ക്യാൻഡിൽ, ഇപ്പോൾ ഒരു $10, $20 ക്യാൻഡിൽസ് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് ക്യാൻഡിലാണ് അല്ലേ. സോ അങ്ങനൊരു ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടുപോവുക. ഓക്കെ, ബേസിക്കലി എന്താ പറയുക, അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന അത് ബേസിക്കലി നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനെ അനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഓഫ് കോഴ്സ് പ്രോഫിറ്റ് ബുക്കിങ്ങും കൂടെയാണ് അല്ലേ. സോ പുതിയ ഫെഡ് ചെയർമാൻ, ഓക്കെ, പുതിയ ഫെഡ് ചെയർ വന്നിട്ടില്ല. പുതിയ ഫെഡ് ചെയർ എന്ന് എന്താ പറയുക വരാൻ ചാൻസ് ഉള്ള ആളുടെ സ്പീച്ചുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. ഓക്കെ, സോ അത് നമ്മൾ വളരെ എന്താ പറയുക, അതിൻ്റെ ന്യൂസുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും, കെവിൻ വാഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. ഇതാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. നമ്മൾ ഏതൊരു എന്താ പറയുക മാർക്കറ്റ് ടൈമിങ്ങിലാണോ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സമയത്തൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കെവിൻ വാഷ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ US-ഉം ഇറാനും തമ്മിലുള്ള വിഷയം, ബേസിക്കലി യുറേനിയത്തിൻ്റെ കാര്യത്തിനകത്തുള്ള എന്താ പറയുക വിഷയങ്ങൾ ഇൻ ദ സെൻസ് യുറേനിയം എക്സ്പോർട്ട് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല എന്നുള്ള ഇറാനിയൻ എന്താ പറയുക ഒഫീഷ്യൽസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുകയും ചെയ്യണം. സോ ഇതൊക്കെ ആക്ച്വലി അങ്ങനത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളുടെ ഗോൾഡിലാണ് കൂടുതലും എന്താ പറയുക പ്രഷർ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നോക്കിക്കാണേണ്ട ന്യൂസുകൾ. സോ ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റഡ് ആയിരിക്കുക. ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള ന്യൂസുകളെക്കുറിച്ച് നിങ്ങൾ ഒന്ന് മേക്ക് ഷുവർ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, സോ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നോക്കുമ്പോൾ നമുക്കിന്ന് വൈകുന്നേരം ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസുണ്ട്. ഓക്കെ, ISM സർവീസ് PMIയുടെ ന്യൂസും ഇന്ന് വൈകുന്നേരമുണ്ട്. അതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇറാനും US-ഉം തമ്മിലുള്ള ഒരു വാർ അവിടെ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ എന്താ പറയുക സപ്ലൈ കുറയും അല്ലേ. സപ്ലൈ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് കൂടും. സോ അത് ആ ഒരു ഭയത്തിലാണ് ആക്ച്വലി ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ഒന്ന് താഴ്ന്നു നിന്ന് വീണ്ടും ഇപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളൊരു ലോങ്ങർ ടേമിലോട്ട് ക്രൂഡ് ഓയിൽ വാങ്ങാനായിട്ടുള്ള പ്രൈസൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രൂഡ് ഓയിൽ ആ ഒരു പേടി കൊണ്ടിട്ട് ഉറപ്പായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഡിമാൻഡ് സപ്ലൈ കുറയുന്നതനുസരിച്ചിട്ട്. അപ്പോൾ അത് ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുക. സോ നമുക്ക് നാളത്തെ ന്യൂസും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. നാളെ നമുക്ക് ഈ GBP വൈകുന്നേരം ഇന്ത്യൻ ടൈം 5:30 മണിക്ക് GBP ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ വളരെ അതും ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. ഓക്കെ, സോ നോർമലി GBP UK
ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് US മാറ്റമൊന്നും വരുത്തില്ല എന്നുണ്ടെങ്കിൽ UK മാറ്റമൊന്നും വരുത്താറില്ല. പക്ഷേ ഇനിയുള്ള സാഹചര്യത്തിൽ US വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കൺട്രി ആയിട്ട് യൂറോപ്പിലുള്ള പല കൺട്രീസും എന്താ പറയുക നോക്കിക്കാണുന്ന ഈ ഒരു സമയത്ത് ഇത് അവർ ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നപ്പോൾ 3.75 നിന്ന് ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ അതേപോലെ US ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും അതേ ഡിസിഷൻ എടുക്കുമോ അതോ അവരിനി മാറി ചിന്തിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി നാളെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് GBPയിൽ നിന്ന് ട്രേഡിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. വൈകുന്നേരം 7:15 ECBയുടെ പ്രസ് കോൺഫറൻസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് മുന്നേ ആയിട്ട് 6:30 മണിക്ക് 6:46 മണി 7 മണിക്കാണെന്ന് തോന്നുന്നു നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം, നമ്മുടെ US നിന്നുള്ള ക്ലെയിംസ്, ജോലിയില്ലാത്ത ആൾക്കാർ ക്ലെയിം ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ന്യൂസാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി നാളത്തെ മെയിനായിട്ടുള്ള ന്യൂസുകൾ. അപ്പോൾ എന്തായാലും GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിട്ട് 4:30 ക്യാൻഡലിന് മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഇന്നല്ല, നാളെയാണ് കേട്ടോ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ എനിക്ക് നമ്മളുടെ എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ USD JPY 156.27 നിൽക്കുന്നു. ഓക്കെ, സോ 156 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് 156 അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 156 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യണം. അതിന് ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്ന 156 മുകളിലും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 156 മുകളിലുമാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും USD JPYയിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ലാത്ത പക്ഷം നമുക്ക് തൽക്കാലം JPYയിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ JPYയുടെ ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഓക്കെ, ഇത് 10:30 9:30 8:30 7:30 മണിക്കുള്ള ക്യാൻഡിലും 156 മുകളിൽ തന്നെ ആയിരുന്നു കേട്ടോ. സോ വേണമെങ്കിൽ 11:30 മണിക്കും 156 മുകളിലാണെങ്കിൽ 156.10 156.20 ഒക്കെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് JPY ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. നാളെ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 156 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 155.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം. അത് നിർബന്ധമായിട്ടും പാലിച്ചു പോകണം. ഓക്കെ, 1:1.5 റേഷ്യോയിൽ നമുക്ക് ടാർജറ്റ് ഇട്ട് ടേക്ക് പ്രോഫിറ്റ് ഇട്ട് പോവുകയും ചെയ്യാം. ഇത് നിങ്ങൾ പെൻഡിങ് ഓർഡർ ഇട്ടാലും തെറ്റില്ലാത്ത കാര്യമാണ് കേട്ടോ കറൻസീസിൽ. ഓക്കെ, സോ നേരെ നമ്മൾ GBP USDയിലോട്ട് പോകുമ്പോൾ 1.3718 നിൽക്കുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു 1.3600 അവിടെ നിന്ന് ബൈ ചെയ്യാനായിട്ട്. സോ 1.3620 വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ്. ഓൾമോസ്റ്റ് 110 അറ്റ്ലീസ്റ്റ് ഒരു 100 പിപ്പിൻ്റെ എങ്കിലും പ്രോഫിറ്റിൽ നിൽക്കുന്നു ഇപ്പോൾ. ഓക്കെ, സോ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തൽക്കാലം പ്രോഫിറ്റ് എടുത്ത് മാറുന്നത് തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. വീണ്ടും നമുക്ക് 1.36 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBP USDയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. യൂറോ നമ്മൾ തിങ്കളാഴ്ച പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു 1.1800 അവിടെ നിന്നുള്ളൊരു ബൈ. അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1740 താഴെയാണ് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞത്. സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് ഒരു 30 പിപ്പിൻ്റെ പ്രോഫിറ്റിലാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളിപ്പം സ്റ്റോപ്പ് ലോസിന് 1:1.5 റേഷ്യോയിൽ മാത്രം നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഇറങ്ങി എടുത്താൽ മതി. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ടേക്ക് പ്രോഫിറ്റ്, അല്ലാതെ വെറുതെ ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റിലാണ്, പക്ഷേ പ്രോഫിറ്റിലെടുത്ത് മാറേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ യൂറോയിലുള്ളൊരു ഒരേ ഒരു അസ്ഥിരത്വം എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിൻ്റെയും അതേപോലെ റഷ്യ ഉക്രൈൻ വാറിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 4-5 ഓപ്പർച്യൂണിറ്റി യൂറോയിൽ പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ, അല്ലേ? ഒരെണ്ണം പോലും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞെടുത്ത് ഇന്നടുത്ത് ബൈ ചെയ്യ് എന്ന് പറയുന്നത് കറക്റ്റാണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നമ്മൾ പറയുന്നത് സ്റ്റോപ്പ് ലോസ് പ്രോപ്പറാണ് എങ്കിൽ. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുള്ള പല ബൈ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ സ്റ്റോപ്പ് ലോസ് ഞാൻ പറയുന്ന സ്ഥലത്തല്ല സ്റ്റോപ്പ് ലോസ് അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുന്നത്.
ഓക്കെ, സോ ബേസിക്കലി യൂറോ നമുക്ക് എടുക്കാം, പക്ഷേ സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് വെക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിൽ വരാം. 5080 നിൽക്കുന്നു. ഞാൻ 4400 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 5081 നിൽക്കുന്നു മാർക്കറ്റ്. സോ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, ഇന്നത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ 5030 അടുത്തൊക്കെ കിട്ടിയാൽ വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 5030 മിനിമം ഒരു $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റും വെക്കണം. ഓക്കെ, സോ അതിന് നിങ്ങൾക്ക് 5% മാത്രം എന്താണ് നിങ്ങളുടെ ക്യാപിറ്റൽ റിസ്ക് ചെയ്തുകൊണ്ട്, ഇപ്പം അതായത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നിങ്ങൾ 5% ബാലൻസിൽ നിന്ന് പോകാൻ പാടുള്ളൂ മാക്സിമം. ഓക്കെ, സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ലോട്ട് സൈസ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ നമ്മളുടെ ഗോൾഡിൽ ട്രേഡ് എടുക്കുമ്പോൾ, ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു ഗോൾഡിൽ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ബൈ എൻട്രി നമുക്ക് കിട്ടിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അത്. ഇല്ലാത്ത പക്ഷം നമ്മൾ മാറി നിൽക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലോങ്ങർ ടേമിലോട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യം 3980 എന്ന് പറയുന്നതാണ് ലോങ്ങർ ടേമിലുള്ള ബൈ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ 4030 താഴെയായിട്ട് ഏതൊരു സ്റ്റേജിൽ നമുക്ക് ബൈ ചെയ്യാം. 3930 to 3980 ആണ് ബൈ എൻട്രി. അവിടെ നിന്നൊക്കെ നമുക്ക് ബൈ ചെയ്ത് ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് എന്തിനാണ് നമ്മുടെ ഗോൾഡിനകത്തുള്ള ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ലോങ്ങർ ടേമിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ ബേസിക്കലി നമ്മൾ എല്ലാ ദിവസവും പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് നമ്മളുടെ ഒന്നാമത്തെ ക്ലാസ്. രണ്ടാമത്തെ കാര്യം ലോങ്ങർ ടേമിലോട്ട്, അതായത് ഇപ്പം JPY USD 162 എന്നുള്ളൊരു സെല്ല് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, GBP USD എങ്ങാനും 1.3300 1.3200 കിട്ടിയാൽ അവിടുന്ന് ലോങ്ങർ ടേമിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അതേപോലെ യൂറോ USD നമുക്ക് 1.1500 കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന കമ്പനി സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അവരുടെ ബോണസ് പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നുണ്ട്. ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ 20% ബോണസും, സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും ഈ ഒരു പർട്ടിക്കുലർ കമ്പനി കൊടുക്കുന്നുണ്ട്. സോ സ്റ്റാർ ട്രേഡിൽ അക്കൗണ്ട് വേണ്ടെന്നുള്ള എല്ലാ ആൾക്കാർക്കും, യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ 100% ബോണസാണ് കേട്ടോ. ഓക്കെ, എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ത്രൂ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, UAE ക്ലയൻസ് ആണെങ്കിൽ പ്രത്യേകം ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കി തന്നെ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.